പേര് പറഞ്ഞ ജെയ്സൺ. എൻ്റെ പേര് ജെയ്സൺ അല്ലേ? പാസ്റ്ററിൻ്റെ മകനാണ്. ഓക്കെ. ഒരു ബ്രദറുണ്ട്. നിങ്ങൾ ഫാമിലിയായിട്ട് സെറ്റിലായിട്ട്. ഓക്കെ. അപ്പോൾ ഇടയ്ക്ക് എനിക്കൊരു പ്രയാസം തോന്നി, അല്ലെങ്കിൽ എനിക്ക് ചെറിയൊരു വിഷമം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു വാട്സാപ്പിനകത്തൊരു മെസ്സേജ് വരുമ്പോൾ ആരാ എന്താ എങ്ങനെയാണെന്ന് അറിയാതെ ജസ്റ്റ് ഇങ്ങനെ സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് അതും ഇച്ചിരി ഹാർഷായിട്ടുള്ള രീതിയിലൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു വിഷമം തോന്നി. ഞാൻ ശരിക്കും നിങ്ങളുടെ ഡിസ്പ്ലേ എടുത്ത് നോക്കിയപ്പോൾ, DP എടുത്ത് നോക്കിയപ്പോൾ ആദ്യം കാണുന്നത്, ഞാൻ പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് ചെയ്തത് അതിനകത്തിരുന്ന നിങ്ങളുടെ ഫാദറിനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹമായിരിക്കും എനിക്ക് മെസ്സേജ് ഇടുന്ന രീതിയിലാണ് ഞാൻ തിരിച്ച് പ്രതികരിച്ചത്. പിന്നീടാണ് മോനാണെന്ന് മനസ്സിലായത്. ഓക്കെ. അപ്പം നിങ്ങൾ ചോദിച്ചിരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ. ഞാൻ താങ്കളിലേക്ക് അപ്രോച്ച് ചെയ്യാൻ കാരണം, ഞാൻ സുവിശേഷം പറയാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. ഞാനും എൻ്റെ പപ്പായുമായിട്ടാണ് സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പരമാവധി ശ്രമിക്കാറുള്ളത് മെയിനായിട്ടും എന്താണ് രക്ഷ, ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ടും. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ഒരു വ്യത്യസ്തമായ ഒരു രീതിയിൽ ഒരു ക്രിസ്തു എന്നുള്ള ആ ഒരു സ്ഥാനം ഒരു മനുഷ്യനെങ്ങനെ ഏറ്റെടുക്കാൻ സാധിക്കും എന്നൊരു ഡൗട്ട് വന്നു. അപ്പോൾ അങ്ങനെ ഒരു സംശയം എനിക്കൊരു പല വീഡിയോകളിലൂടെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു വീഡിയോയിൽ ഞാൻ താങ്കളെ ചലഞ്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ ചോദിച്ചു, അങ്ങനെ താങ്കൾ ക്രിസ്തു ആണെങ്കിൽ എന്നോട് സംസാരിക്കണം. നമുക്കൊരാഗ്രഹമില്ല, ഇനി അങ്ങനെ ഒരു ക്രിസ്തു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാൻ പറ്റിയ വല്ല കാര്യമില്ലേ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഞാനും അങ്ങനെയാണ് ഞാൻ ചലഞ്ച് ചെയ്ത് ഞാൻ ചോദിച്ചത്. പിന്നീട് എൻ്റെ നമ്പർ, അന്നേ എൻ്റെ കയ്യിൽ നമ്പർ കിട്ടിയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അദ്ദേഹം എന്തായാലും വിളിക്കുമല്ലോ, റിപ്ലൈ അത് ഞാൻ വെയിറ്റ്. പക്ഷേ വിളിച്ചില്ല. വിളിക്കാതെ വന്നപ്പോഴത്തേന് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നി ഇനി എന്തായാലും ഞാൻ വിളിക്കാതിരിക്കുന്നത് ശരിയല്ല, ഞാൻ തന്നെ അങ്ങോട്ട് ഇടാം. അപ്പോൾ എൻ്റെ ഒരു ബേസിക് നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരോ എൻ്റെ കഴിവോ തെളിയിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഒരിടത്ത് ഞാൻ ചർച്ചിൽ വർഷിപ്പ് ചെയ്താലും ഞാൻ മറഞ്ഞേ നിൽക്കത്തുള്ളൂ. കാരണം എൻ്റെ ഫേസ് അല്ല എനിക്ക് അവിടെ കാണിക്കേണ്ടത്. എൻ്റെ ഫേസോ എൻ്റെ കഴിവോ അവിടെ കാണിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ എൻ്റെ വൈഫിനോട് വരെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസ് കൊണ്ട് നിനക്ക് ഒരു രക്ഷയും നിനക്ക് നന്മ ഉണ്ടാവത്തില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തെ പ്രകാരം ഞാൻ വരുന്ന യാത്രകളെല്ലാം അങ്ങനെയാണ്. കാരണം എനിക്ക് വണ്ടിയില്ല, ബൈക്കില്ല, ബസ്സില്ല, ബസ്സൂലി പോലും ഇല്ല. അപ്പോൾ ഞാൻ ആകെ ജസ്റ്റ് ഹെൽമെറ്റ് എടുത്ത് ലിഫ്റ്റ് അടിച്ച് തന്നെ നമ്മൾ വരുന്നത്. അപ്പോൾ എനിക്കൊരു ഉറപ്പാണ്, ഞാൻ കൃത്യം ഞാൻ പറഞ്ഞ 10 മണിയെന്നാണ്. അപ്പോൾ എനിക്കറിയാം ഞാൻ 10 മണിക്ക് താങ്കളുടെ മുമ്പിൽ ഇരിക്കണം എന്നുള്ള ദൈവഹിതമാണെങ്കിൽ എനിക്ക് വരേണ്ട വണ്ടി ഇവിടം വരെ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് വരെ എന്നെ കൊണ്ടുവന്നു, വെയിൽ കൊള്ളാതെ മഴ ഒന്നും കൊള്ളാതെ എനിക്ക് സുഖമായിട്ട് എനിക്കിവിടെ എത്തി, ഞാൻ തന്നെ റൈഡ് ചെയ്യാതെ. അപ്പോൾ ഞാൻ വിശ്വസിച്ചിരിക്കുന്നൊരു കാര്യം അതാണ്. ഞാൻ ദൈവഹിത പ്രകാരം പോകുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു രീതിയിൽ എന്നോട് ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാനുഷിക ശബ്ദം എന്നോട് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ പല കാര്യങ്ങളിലും എനിക്ക് നിശബ്ദമാണ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. പക്ഷേ ഞാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളിലും എനിക്ക് ഒരു വളരെ പ്രോപ്പർ പെർഫെക്റ്റ് എന്നുള്ള രീതിയിലുള്ള ആൻസറുകൾ എനിക്ക് ലഭിക്കാനിടയായി. ഞാൻ അനുഭവിച്ച പല മേഖലകളിലും. അപ്പം പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ പോയിട്ട് താങ്കൾക്ക് എന്തായാലും ജോലി, ഒരു കണ്ടിന്യൂസ് ഒരു വരുമാനം ഇല്ലാത്തത്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് വരുമാനം എൻ്റെ കയ്യിലില്ലെങ്കിലും എനിക്കൊന്നിനും മുട്ടില്ല. മനസ്സിലായോ? ഇന്നും വരാനുള്ള വണ്ടിക്കൂലി എൻ്റെ പോക്കറ്റിലുണ്ട്. മനസ്സിലായോ? ഇത് ഞാൻ അധ്വാനിച്ചതല്ല, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പപ്പ തന്നതാണ്. അപ്പോൾ എൻ്റെ പപ്പായെ ദൈവം നടത്തുന്നു, ശുശ്രൂഷകനെ. അപ്പം അതിലൂടെ ഞാനും നടക്കുന്നു. അങ്ങനെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. അല്ലാതെ എനിക്ക് ഡയറക്റ്റായിട്ടൊരു വരുമാനം എനിക്കില്ല. അപ്പോൾ ദൈവകൃപയാൽ ഇതുവരെയും എത്തുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ എത്തുന്നത്. അപ്പം എനിക്ക് മനസ്സിലായൊരു കാര്യം, ഒരു മനുഷ്യൻ എങ്ങനെ ഒരു ക്രൈസ്റ്റ് എന്നുള്ള ആ ഒരു പദവി എടുക്കാൻ സാധിക്കും. കാരണം അതാണ് എൻ്റെ ഒരു സംശയം എന്നല്ല, സംഭവം എനിക്ക് മനസ്സിലായി. അതെന്തോ എവിടെയോ ഒരു മിസ്റ്റേക്ക്, എവിടെയോ പ്രോബ്ലം ഉണ്ട്. ഇപ്പോഴും അത് പാളിച്ചയാണെന്നുള്ള രീതിയിലാണ് മനസ്സിലിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ അത് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് ക്രിസ്തു ആകുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ അങ്ങനെയുള്ള പലർക്കും മുമ്പേ വരാമായിരുന്നു, അങ്ങനെ പലർക്കും ചെയ്യാമായിരുന്നു. അങ്ങനെ പലരെയും കൊണ്ട് ക്രിസ്തു ആക്കുക, അങ്ങനെ അനേക ക്രിസ്തുക്കൾ എന്നൊരു പ്രോഗ്രാം ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് കേട്ടിട്ടില്ല. അതിനെ കൾട്ടായിട്ട് തന്നെയാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. കാരണം അങ്ങനെ അനേക ക്രിസ്തുക്കളെ നമുക്ക് ശരിയില്ല. കാരണം യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ. അപ്പം ഞാനാണ് വാതിൽ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സിംഗിളാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ആ സിംഗിൾ വേ, സിംഗിൾ പാത്ത്, ആ സിംഗിൾ പാത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച് വന്നത് ഒരു ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനൊന്നുമല്ല. ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ ആ ഒരു ചിന്ത, ആ ഒരു അനുഭവത്തിലൂടെ ഒന്നുകിൽ നമ്മളെ ക്രമീകരിക്കാം, ഇനി അല്ല ഞാൻ പോകുന്ന പാത തെറ്റാണ് എന്നെനിക്ക് പ്രൂവ് ചെയ്ത് എനിക്ക് കിട്ടിയാൽ ഞാൻ ക്രമീകരിക്കാം.
എന്നുള്ള ഒരു രീതിയിലാണ്, ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് ഞാൻ ഒരിക്കലും എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്കൊരു ക്യാമറയുടെ ഒരു സപ്പോർട്ട് എനിക്ക് ഞാൻ മെയിനായിട്ട് നിങ്ങൾ കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹിച്ചത് നിങ്ങൾക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടിയോ എന്നുള്ളതിലുപരി ഇന്നുള്ള ക്രിസ്ത്യാനികളെല്ലാം മിസ്ഗൈഡ് ചെയ്യപ്പെട്ട് വഴിമുട്ടി നിൽക്കുന്ന പലരുമുണ്ട്. ഇനി എന്ത്, എങ്ങനെ? അപ്പോൾ ശരിക്കും സത്യമായ കാര്യം ജനങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിത് ഓൺ ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ നിങ്ങളെപ്പോലെയുള്ള അനേകം ചെറുപ്പക്കാർക്കും ക്വസ്റ്റ്യനായിട്ട് നിൽക്കുന്ന പലർക്കും ഇതിൻ്റെ ഒരു ആൻസർ ആകും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓൺ ചെയ്ത് വെച്ചാൽ അതൊരിക്കലും നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ബ്രദറിൻ്റെ അഭിപ്രായത്തിനകത്ത് പുതിയ നിയമമാകട്ടെ പഴയ നിയമമാകട്ടെ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റിലൂടെയുള്ള ആ ഒരു ആഹ്വാനമാകട്ടെ, ഒരു മനുഷ്യൻ്റെ രക്ഷ അല്ലെങ്കിൽ സാൽവേഷൻ എന്ന് പറയുന്നത് അത് സംസാരിക്കുന്ന ഒന്നാണല്ലോ പറഞ്ഞത് അല്ലേ? അപ്പം എന്താണ്, ഒന്ന് ജസ്റ്റ് ഒരു ചെറിയൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബൈബിൾ ആഹ്വാനം ചെയ്യുന്ന രക്ഷ? ബൈബിള് ആഹ്വാനം ചെയ്ത രക്ഷ ആരംഭത്തിൽ തുടങ്ങണം. നമ്മൾ ഉൽപ്പത്തി മുതൽ തുടങ്ങണം. ഉൽപ്പത്തിയിൽ നമ്മൾ ആരംഭിക്കുമ്പം തന്നെ നമുക്ക് അവിടെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അതുപോലെ മനുഷ്യൻ്റെ വീഴ്ച, അതിലൂടെ മനുഷ്യന് കൊടുക്കുന്ന ഒരു വാഗ്ദാനം, ഒരു എന്താ പറയുക, ഒരു പ്രോമിസ് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്നൊരു പ്രവചനികം എന്നുള്ള പ്രവചനം അവർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, രക്ഷ യഹോവയിലൂടെ മാത്രമാണുള്ളത്. യഹോവയിലൂടെയാണ് രക്ഷ. യഹോവ എന്നുള്ള ആ ഒരു നാമം അത് വേറൊരു മനുഷ്യനിട്ട നാമമല്ല. ദൈവം തന്നെ പരിചയപ്പെടുത്തിയ തൻ്റെ പേരാണ് യഹോവ എന്നുള്ള അറിവ്. ആ നാമത്തിലൂടെ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, യഹോവ രക്ഷകൻ. ആ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അങ്ങനെ വന്ന വ്യക്തിയാണ് യേശു ക്രിസ്തു. യേശു എന്ന് ഞാൻ പറയില്ല, യേശു ക്രിസ്തു. കാരണം യേശു പലരുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ വരും, ജെയ്സൺ എന്ന് പറഞ്ഞ യേശു ഒരു ദൈവമാണെന്ന് വെച്ചാൽ അല്ല, യേശു ഒരിക്കലും ഒരു ദൈവമല്ല. കാരണം യേശു ക്രിസ്തു ദൈവം അയച്ച ഒരു വഴിയാണ്, ഒരു മാർഗമാണ്. ആ മാർഗത്തിലൂടെ മാത്രമേ ഏത് വ്യക്തിക്കും രക്ഷ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുള്ളൂ. ഡോർ ഇല്ലാതെ വരാൻ നമുക്ക് പറ്റില്ല. സോ ഡോറാണ്. യേശു ഒരിക്കലും പറഞ്ഞില്ല നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്ക്, എന്നെ ആരാധിക്ക് എന്നൊരു അനുഭവം ഒന്നും യേശുവും പറഞ്ഞിട്ടില്ല, യേശുവിൻ്റെ അമ്മയും പറഞ്ഞിട്ടില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, യേശുവിൻ്റെ അമ്മയാണെങ്കിലും ആരാണെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിതാവിൻ്റെ അടുക്കൽ രക്ഷയ്ക്കായി എത്താൻ കഴിയുകയുള്ളൂ. ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയുന്ന സുവിശേഷം. ഓക്കെ, അല്ലാതെ ഞാൻ ഇതിനകത്ത് നിങ്ങൾ ക്രിസ്ത്യാനി ആവണമെന്നോ, യേശുവാണ് ഏറ്റവും വലിയ ദൈവം, യേശുവിനെ എല്ലാവരും ആരെയും നിങ്ങൾ സേവിക്കരുത് എന്നുള്ള ഒന്നും ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന ഒറ്റ വാക്ക് ഇതേ ഉള്ളൂ, ഏക വഴി എന്താണ്, ആ വഴിയാണത്. ഡോറില്ലാതെ നമുക്ക് അകത്ത് വരാൻ പറ്റില്ല. അതുപോലെ ദൈവം നൽകിയിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് യേശു ക്രിസ്തു. എന്ന് വെച്ചാൽ യേശുവിനെ അവഗണിക്കാൻ പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം എത്രത്തോളം പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ് യേശു ക്രിസ്തു. കാരണം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഞാൻ സുവിശേഷം പറഞ്ഞ് രക്ഷയിലേക്ക് കടന്നു വരുന്ന ഏത് വ്യക്തികളോടും അല്ലെങ്കിൽ രക്ഷയിൽ നിലനിൽക്കുന്ന ഏത് വ്യക്തികളോടും ഞാൻ പറയുന്ന അടുത്തൊരു ഭാഗമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ പലരും കാര്യസ്ഥൻ, ദൈവമുണ്ട്, അതുപോലെ വഴിയാ പുത്രനായ ക്രിസ്തു ഉണ്ട്. പരിശുദ്ധാത്മാവ് നോ, ഞാൻ പറയും പരിശുദ്ധാത്മാവ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. കാരണം ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. നമ്മളീ കാണുന്ന പ്രപഞ്ചവും എല്ലാം ആ ആത്മാവിനോട് ദൈവം കൽപ്പിച്ചത് മുഖാന്തരം ഉണ്ടായതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു നിമിഷം കണ്ടയാളെ അടുത്ത നിമിഷം കാണാതിരിക്കുന്നു. ഒരു നിമിഷം ആരോഗ്യത്തോടെ നിന്നയാൾ അടുത്ത നിമിഷം ആരോഗ്യം ഇല്ലാതിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞ ആൾ വേറെ മാറ്റി പറയുന്നു. ഇതെല്ലാം ആ ഒരു ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടുത്തെ സന്തുലിതാവസ്ഥ എല്ലാം മാറ്റിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ സ്റ്റോറേജ് സ്പേസ് ഉള്ള പണ്ട് മുതലുള്ള കാര്യങ്ങളും ഇനിയും ഭാവി കാലങ്ങളിലുള്ള കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന വലിയൊരു സ്റ്റോറേജ് സ്പേസാണ് ദൈവം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് നൽകിയത്. ഇതാദ്യം ദൈവം അനേകരുടെ ഹൃദയങ്ങൾ നൽകിയത്. ദൈവാത്മാവ് പ്രാപിച്ച ഒരുപാട് പ്രോഫറ്റ്സ് ഒക്കെ ഉണ്ട്, രാജാക്കന്മാർ ഒക്കെ ഉണ്ട്. അത് വളരെ ചുരുക്കമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിലാണ് ഭൂജാതനായത്. അല്ലാതെ ഒരു മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമൊന്നുമല്ല. പരിശുദ്ധാത്മാവിൽ ചിലർ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചാൽ ചിലർ തുള്ളും, ചിലരത് അന്യഭാഷ സംസാരിക്കും, ചിലർ തൊട്ടാൽ രോഗി സൗഖ്യമാകും എന്ന് പറയുന്നത് പോലെ മറിയ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചപ്പോൾ മറിയ ഗർഭിണിയാകുമായിരുന്നു. മനസ്സിലായോ?
അപ്പോൾ മറിയ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചപ്പോൾ മറിയ ഗർഭിണിയായി. ആ പരിശുദ്ധാത്മാവ് രൂപപ്പെട്ട് യേശു പുറത്തു വന്നു. ഇപ്പോൾ യേശുവിൽ നിറഞ്ഞു നിന്നത് മുഴുവൻ പരിശുദ്ധാത്മാവാണ്. പിന്നെ ഞാൻ മനസ്സിൽ പറയുന്നൊരു കാര്യമാണ് സ്നാനപ്പെടണം. സ്നാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം യേശു കാണിച്ചു തന്ന മാതൃകയാണ്. ദൈവം യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അദ്ദേഹത്തിൻ്റെ മാതൃക എന്താണ്? അദ്ദേഹം സ്നാനപ്പെട്ടു. അദ്ദേഹം വരുന്ന വഴി അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല എങ്കിൽ അദ്ദേഹം നേരിട്ടങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. അദ്ദേഹത്തെ ആരും എതിർക്കാൻ പോകുന്നില്ല. കാരണം പരിശുദ്ധാത്മാഭിഷേകം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി പ്രകടിപ്പിച്ചാൽ മതി, ആരും എതിർക്കത്തില്ല. സോ യേശു സ്നാനപ്പെട്ടു. യേശു പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നു എന്ന് നമ്മളെ കാണിക്കാൻ, എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്വർഗം തുറന്നു, ആത്മാവ് ഇറങ്ങി യേശുവിന്മേൽ വന്നു, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വന്നു. ഇതൊക്കെ നമുക്കൊരു മാതൃകയാണ്. അത് സ്നാനപ്പെട്ടതിന് ശേഷമേ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാവോ, അതിന് മുമ്പ് പ്രാപിക്കണോ? ഇതൊക്കെ ഓരോ സബ്ജക്റ്റുകളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ ഇതിനകത്തെല്ലാം ഉണ്ട്. കാരണം സ്നാനപ്പെട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാമോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഞാൻ കേട്ടു. പലരും ഒരു കെയർ ഓഫിൽ ക്രിസ്ത്യാനിറ്റിയിൽ വന്നവരുണ്ട്. ഒന്നുകിൽ എൻ്റെ മാതാപിതാക്കൾ വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ഞാനും വന്നു, അപ്പോൾ എനിക്ക് സ്നാനം വേണ്ടേ? സ്നാനം വേണം. എപ്പോൾ സ്നാനം? മുഴുവൻ മറ്റേ പ്രായപൂർത്തിയായതിനു ശേഷമാണോ അതോ ചെറിയ പ്രായം? ഞാൻ എൻ്റെ 7ാം ക്ലാസ്സിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. പലരും എന്നെ വിമർശിച്ചു, എന്തിനാണ് ഇപ്പോഴേ സ്നാനപ്പെടുന്നത്? പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ പപ്പാട് പറഞ്ഞൊരു കാര്യം, ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ കർത്താവിൻ്റെ വകയാവണം, എങ്കിൽ മാത്രമേ എനിക്ക് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയുള്ളൂ. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏൽക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ആ ഒരു പാത്താണ്. ഒന്നുകിൽ നമ്മൾ ദൈവത്തിൻ്റെ വകയാകാൻ, ഒന്നുകിൽ നമ്മൾ സ്നാനപ്പെടണം. ഇനി അല്ല, അതിന് മുമ്പ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ സാധിച്ചാൽ അതും ദൈവത്തിൻ്റെ വകയാണ്. ദൈവത്തിൻ്റെ മുദ്ര പ്രാപിച്ചു. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ഒരാൾ എത്രയും പെട്ടെന്ന് സ്നാനപ്പെടുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ സ്നാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തിനോടുള്ള ഒരു ഏകീഭവിക്കുന്ന, ക്രിസ്തുവിനോട് കേടുക, സഭയോട് ചേരുക, അതിനൊരു നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന പോലെയുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് സ്നാനം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പോയി നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും നമുക്ക് അതിനകത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അവഗണിക്കാൻ പറ്റില്ല. കാരണം ദൈവമാണ്, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം ആത്മാവാകുന്നു. ആ ദൈവാത്മാവ് തന്നെ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ആ ആത്മാവിനെ നമുക്ക് അച്ചാരമായി, നമുക്ക് ഉറപ്പായി നമുക്ക് തന്നിരിക്കുന്നു. അപ്പോൾ ആ ആത്മാവിനെ നമുക്ക് അവഗണിക്കാൻ കഴിയത്തില്ല. കാരണം ആ ആത്മാവിലൂടെയാണ് ക്രിസ്തു ആണെങ്കിലും ദൈവമാണെങ്കിലും ഇതൊക്കെ പ്രവർത്തിച്ചത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മൂന്നല്ല, ഇത് മൂന്നല്ല. കാരണം നമുക്ക് ഒരു വീട്, ഒരാളെ നമുക്ക് ഒരു മീഡിയം, അതാണ് ക്രിസ്തു ഇല്ലാതെ നമുക്ക് ആത്മാവും ഇല്ല, ക്രിസ്തു ഇല്ലാതെ നമുക്ക് ദൈവവും ഇല്ല. മനസ്സിലായോ? ഓക്കെ. ഇപ്പോൾ ബ്രദർ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ ഒരു കാലത്ത് എൻ്റെയും സബ്ജക്റ്റുകളായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏകദേശം 5 വർഷത്തിലധികം ബന്ധുക്കോസ് മേഖലയിൽ ശുശ്രൂഷിച്ചിട്ടുണ്ട്, പല ചർച്ചകളിൽ, തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ. സോ ഞാനും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് എൻ്റെ അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ എൻ്റെ റിലീജിയനിൽ നിന്നോ എൻ്റെ ഗുരുക്കന്മാരിൽ നിന്നോ കണ്ട് കേട്ട് വായിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു ബ്രദറും ഇപ്പോൾ സംസാരിച്ച കാര്യങ്ങളെല്ലാം ബ്രദറിനും കണ്ട് കേട്ട് അറിഞ്ഞ് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ സംസാരിച്ചത്, അല്ലേ? അല്ല, ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്നോട് ഈ പറഞ്ഞ ഈ വക കാര്യങ്ങളൊന്നും എൻ്റെ മാതാപിതാക്കൾ സംസാരിക്കാറില്ല. ഈ വക കാര്യങ്ങൾ ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് പുസ്തക വായന എന്നുള്ള ശീലമേ എനിക്കില്ല. പിന്നെ എനിക്ക് വളരെ ബൈബിൾ വായിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ ബൈബിൾ വായിച്ചപ്പോഴും എനിക്ക് പല കാര്യങ്ങളിലും വളരെ ശക്തി പകർന്നിട്ടുള്ളതല്ലാതെ ഈ വക കാര്യങ്ങൾ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വക കാര്യങ്ങൾ. കാരണം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും ഒരു മിററിൻ്റെ മുമ്പിൽ നിന്ന്, എനിക്ക് ഫ്രണ്ട്സ് അധികമില്ല, ഫ്രണ്ട്സ് ഇല്ല, ഒരാൾ പോലും ഫ്രണ്ട്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ കൂടുതലും വളരെ ഒറ്റയ്ക്ക് ജീവിച്ച്, ഒറ്റയ്ക്ക് കളിച്ച്, ഒറ്റയ്ക്ക് പോയി സഞ്ചരിക്കുന്ന ഒരു രീതിയാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചപ്പോൾ ഞാൻ കൂടുതൽ എനിക്ക് ദൈവമായിട്ട് അടുക്കാനിടയായി. പലരോട് സംസാരിച്ചപ്പോൾ ഇത് നല്ലൊരു വേ ആണല്ലോ എന്ന് എനിക്ക് തന്നെ ബോധ്യമായതുകൊണ്ടാണ് ഞാൻ അത് പലരോടും പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായത്. അല്ലാതെ എനിക്ക് വായനാശീലമില്ല, എനിക്ക് അങ്ങനെ എന്താ പറയുക, ഒരാൾ ഉപദേശിച്ച ആ ഒരു അനുഭവം എനിക്കില്ല. ഉപദേശിച്ചിട്ടുണ്ട് കേട്ടോ, മാതാപിതാക്കളെ അനുസരിക്കണം, സ്നേഹിക്കണം, സഹജീവികളോട് കരുണ കാണിക്കണം. ഇതൊക്കെ എൻ്റെ അധ്യാപകർ, സ്കൂളിൽ പഠിപ്പിച്ചവരും സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചവരും ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന സഹോദരങ്ങളും എല്ലാവരും, ഒരു പാസ്റ്ററുടെ മകനാകുമ്പം ഒരു പൊതു സ്വത്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സകല വിശ്വാസികൾക്കും ഒരു പൊതു സ്വത്താണ്. എല്ലാത്തിനും സ്നേഹിക്കാനാണെങ്കിലും കെയറിങ് ആണെങ്കിലും ഇനി വഴക്ക് പറയാനാണെങ്കിലും അടിക്കാനാണെങ്കിലും ഒക്കെ ഉള്ള
പൊതു സ്വത്താണ്. കാരണം അവരുടെ നന്മ കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ആരോഗ്യവും ശക്തിയും സൗന്ദര്യവും ഒക്കെ അവരുടെ നന്മ, അവരുടെ മക്കൾക്ക് കഴിക്കേണ്ട ആഹാരവും ഒക്കെ അവർ എൻ്റെ പപ്പായ്ക്ക് കൊടുത്തും അല്ല, പപ്പായമ്മ ഇല്ലാത്ത സമയത്ത് അവർ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വളർത്തിയത് അവരാണ്. അപ്പം അവരിലൂടെയൊക്കെയുള്ള സ്നേഹവും സഹകരണമൊക്കെ കിട്ടിയാണ് നമ്മൾ ഈ അറിവിലേക്ക് വന്നത്. അല്ലാതെ ഇവരാരും നമ്മളങ്ങനെ ഉപദേശിച്ചിട്ടില്ല. യേശു എന്താണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊന്നും നമ്മൾ വചനത്തിലൂടെ ഉപദേശിക്കുന്ന ഒരനുഭവമല്ല. അങ്ങനെ ഉപദേശിച്ചാലൊന്നും മനസ്സിൽ നിൽക്കത്തില്ല. പറഞ്ഞു തന്നിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്നിട്ടില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ 2024 ഓഗസ്റ്റിലാണ് മരിക്കുന്നത്, ഓഗസ്റ്റ് 24. അപ്പം ഓഗസ്റ്റ് 24 ഞാൻ അമ്മ മരിക്കുന്ന ആ സമയം, അന്ന് ഞാൻ കാരക്കമണ്ഡപത്ത് ഹുണ്ടായുടെ ഷോറൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ സമയം കാറിൽ ഞാൻ വരുന്ന സമയത്ത് എല്ലാവരും വിചാരിച്ചു ഈസ ഒറ്റയ്ക്ക് പോകണ്ട. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ബൈക്ക് ഓടിച്ച് കാട്ടാക്കടയിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെ വന്നു. അപ്പോൾ ഞാൻ അനുഭവിച്ച അപ്പം മുതൽ, എൻ്റെ അമ്മ മരിച്ച സമയം മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു കെയറിങ് ഉണ്ട്. കാരണം ഞാൻ അന്ന് സമയം കരഞ്ഞിട്ടില്ല. കാരണം എനിക്കതൊരു ഭാരമായിട്ടോ വിഷമമായിട്ടോ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ തന്നെ അമ്മയുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ഡയറക്റ്റ് പോയി ക്രമീകരിച്ചത്. കാരണം അന്ന് മുതൽ, എൻ്റെ അമ്മ മരിച്ച നാൾ മുതൽ ഞാൻ വളരെ അനുഭവിക്കുന്ന ഒരു കെയറിങ് ഉണ്ട്. അന്ന് മുതൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം എടുക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പ്രധാനമായിട്ട് സുവിശേഷീകരണത്തിലേക്ക് ഞാൻ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇടയായത്. അങ്ങനെയാണ് ഞാൻ എന്നിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ പരീക്ഷിച്ച് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ. അല്ലാതെ ഞാൻ പുസ്തകം വായിക്കാറില്ല. ആത്മാഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ് ഞാൻ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലുണ്ട്, അങ്ങനെയാണ്. അല്ലാതെ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസായ അന്യഭാഷാവരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഇനി എനിക്ക് അങ്ങനെ ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഒരു പുറമെയുള്ള പ്രതലം എനിക്കറിയില്ല, അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അതാണ് ചില ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനൊക്കെ കഴിയുന്നത് ഒരു എനർജി ഇല്ലാതെ നമുക്കത് മുമ്പോട്ട് ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യൻ എത്രത്തോളം പ്രവർത്തിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ കൂടുതൽ, ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അതൊരു സ്പിരിറ്റാണ്. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് തീർച്ചയായും എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ബ്രദർ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നേരത്തെ പറഞ്ഞില്ലേ യഹോവ എന്ന് പറയുന്നൊരു വാക്ക്. ഓക്കെ, മൂലഭാഷയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒറിജിനൽ അതിൻ്റെ എഴുത്തുകളിലെല്ലാം എഴുതിയിരിക്കുന്നത് യാഹ്വേ എന്ന് പറയുന്ന പദമാണ്, യഹോവ എന്നല്ല. അപ്പോൾ യാഹ്വേ എന്ന് പറയുന്ന പദവും യഹോവ എന്ന് പറയുന്ന പദവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ യഹോവ എന്ന് പറയുന്ന പദം പിന്നീട് ചില ആൾക്കാർ അതിനകത്ത് കൂട്ടിച്ചേർത്തതാണ്, യാഹ്വേ മാറ്റി യഹോവ ആക്കിയതാണ്. ഈ രണ്ട് പദവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇനി ബ്രദർ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ യാഹ്വേ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് അർത്ഥവത്താണ്, അത് സത്യമാണ്. പക്ഷേ യഹോവ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു വാക്കാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കൊള്ളു പിന്നീട്. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് വരാം. ക്രിസ്തു